നമസ്കാരം. നമ്മളുടെ ഒരു ചെറുപ്രായത്തിൽ നമുക്ക് തോന്നിയ പോലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മളെയും നമ്മുടെ കൂടെയുള്ളവരെയും ബാധിക്കുന്നു എന്നൊരു ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാവണം. ഞാനിത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾക്ക് മുമ്പ് എന്നെ ഒരു പ്രായമായ ഒരു വ്യക്തി വിളിച്ചു. അദ്ദേഹത്തിന് മലയാളം ശരിക്കും സംസാരിക്കാൻ അറിയത്തില്ല. ഒരു തമിഴ് കലർന്ന മലയാള ഭാഷയാണ് എന്നോട് സംസാരിച്ചത്, ഒരു സ്ലാങ്ങിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പം അദ്ദേഹത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൾ 3 മക്കളുണ്ട്. അതിൽ മൂത്ത മകൾ ഒരു അറിയപ്പെടുന്ന ഒരു മോഡലാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്. അപ്പം അയാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൂത്ത മകളെ ബാംഗ്ലൂരിൽ പഠിക്കാൻ കൊണ്ട് ചേർത്താണ് നേഴ്സിങ്ങിനായിട്ട്. അങ്ങനെ 1ാമത്തെ 2ാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഈ പെൺകുട്ടിക്ക് ഒരു മോഡലിംഗ് ചെയ്യാനായിട്ടൊരു ചാൻസ് കിട്ടുകയാണ്. അപ്പോൾ വീട്ടിലെല്ലാം വളരെയധികം എതിർപ്പായിരുന്നു. കാരണം പഠിത്തം നഷ്ടപ്പെടുത്തും, എന്തിനാണ് മോഡലിംഗ് പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരെ വളരെ ഫോഴ്സ് ചെയ്ത് പറഞ്ഞെങ്കിലും അവരോട് വളരെ റിക്വസ്റ്റ് ചെയ്ത് പെൺകുട്ടി 1-2 ഷോയ്ക്കൊക്കെ പോയി തുടങ്ങി. ചെറിയ രീതിയിലൊക്കെ ഷോസൊക്കെ കിട്ടാൻ തുടങ്ങി. ഒടുക്കം വീട്ടുകാർ പ്രതീക്ഷ പോലെ തന്നെ അവൾ പഠിത്തം നിർത്തി പൂർണ്ണമായിട്ടും മോഡലിങ്ങിലേക്ക് അങ്ങ് തിരിഞ്ഞു. ആദ്യ സമയത്തൊക്കെ വളരെയധികം എന്താ പറയുക, ഓഫറുകളും ചെറിയ സീരിയലും ചെറിയ ഷോർട്ട് ഫിലിംസും ഒക്കെ ലഭിച്ചു തുടങ്ങി. പക്ഷെങ്കിൽ കാലക്രമേണ ഇതിൻ്റെ ആ ഒരു വരവ് നിന്നപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു. അപ്പോൾ അതിനെ പറ്റി പറഞ്ഞാൽ, ഈ പെൺകുട്ടി അല്പം വൾഗറായിട്ട് തന്നെ അഭിനയിക്കാനും അത്തരം തരത്തിലുള്ള ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കാനായിട്ട് തുടങ്ങി. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത്, ഒരു സമയത്ത് ഒരു ഫിലിമിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും. നാട്ടിൽ മുഴുവനും പാട്ടായി. ഇതിൽ കുറേ സദാചാര ആൾക്കാരുമുണ്ട്. അവർ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് പല സ്ഥലത്തുമൊക്കെ പോസ്റ്റർ പോലെ ഒട്ടിച്ച് ഇവളെ ഈ നാടിന് നാണക്കേട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ വളരെ മോശമായ രീതിയിൽ അവർ ചിത്രീകരിച്ചു തുടങ്ങി. അവർ പ്രതിഷേധിച്ചു തുടങ്ങി. സത്യമായ കാര്യമാണ്, അവൾ വളരെ മോശമായ രീതിയിലാണ് ചെയ്യുന്നത്. ആ രീതി തന്നെ അവർ പ്രതിഷേധിച്ചു തുടങ്ങി. ഈ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കൊക്കെ ഭയങ്കരമായ മാനസിക വിഷമം ആയി തുടങ്ങി. പല സ്ഥലത്തേക്കും അവർ പോകാതെ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു, പെൻഷനുണ്ട്, പെൻഷൻ മാത്രം ഞാൻ പോയി മേടിക്കും, പിന്നെ വീടിൻ്റെ പുറത്തോട്ട് ഞാൻ ഇറങ്ങാറില്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇളയ മകൻ എങ്ങനെയൊക്കെയോ വിദേശ രാജ്യത്തേക്ക്, യൂറോപ്പിലൊക്കെ ഉണ്ട് ഹയർ സ്റ്റഡീസിനൊക്കെ പോയി. നടുക്കുള്ള മകൾ പഠിത്തം കഴിഞ്ഞ് ജോലിക്കായിട്ടൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഈ നടുക്കുള്ള പെൺകുട്ടിയും മൂത്ത പെൺകുട്ടിയും കണ്ടാൽ ഏതാണ്ട് വളരെ സിമിലർ സ്മോശായാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി എവിടെ പോയാലും ആൾക്കാർ പെട്ടെന്ന് ചോദിക്കും, ഇന്നയാളുടെ സിസ്റ്ററാണോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഈ ചോദ്യം വളരെ റിപ്പീറ്റഡായിട്ട് വന്നപ്പം ഈ ജോലി